ഹലോ, ഇന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്നൊരു ബനാന കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാത്ത ജാറായിരിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ഗ്രാമ്പു, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട മതി നമുക്കിതിന്, അധികം മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 പാളയംകോടൻ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോബസ്റ്റയോ എന്ത് വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ റോബസ്റ്റ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വലിയ പഴം എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബൗളിലൊന്നും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് 1 കപ്പ് അളവിൽ മൈദയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഏകദേശം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഓവറായിട്ടിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ്, അതിനടിയിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു അലുമിനിയം പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സൂക്ഷിച്ച് കൈയൊന്നും പൊള്ളാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു 10 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 35 മിനിറ്റോളം എടുക്കും ഇത് കുക്കായി വരാനായിട്ട്. ഇടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്നൊന്നും കൂടി ഒന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഓക്കെയാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ കേട്ടോ മാറ്റാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് നല്ല തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.